ഹലോ ഗൈസ്, ഇന്നൊരു ഫെസ്റ്റിവൽ മൂഡിലാണ്. ഞങ്ങളുടെ സ്വന്തം നാട്ടിലെ പഴയലക്കിടി ഫെസ്റ്റാണെന്ന്. പണ്ട് ഇത് കാട്ടിലത്തങ്ങൾപ്പാവ ഔലിയാൻ്റെ ആണ്ട് നേർച്ചയായിട്ട് നടത്തപ്പെട്ടതായിരുന്നു. പിന്നെ അത് പള്ളി കമ്മിറ്റി അങ്ങനെ ഉപേക്ഷിച്ചു. ഇപ്പം അതൊരു പഴയലക്കിടി ഫെസ്റ്റായിട്ടാണുള്ളത്. ഒരു ഫെബ്രുവരി മിഡും അതിൻ്റെ അവസാന വാരമൊക്കെ വരുന്നത്. ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഫെബ്രുവരി 17-ാം തീയതി 18-ാം തീയതി. അത് ഇന്നും നാളെയാണ്. നാളത്തെ വീട് എടുക്കാൻ പറ്റുമെന്നറിയില്ല. ഇന്നും അടിപൊളി പരിപാടികളൊക്കെ ഉണ്ട്. അത് നമ്മൾ എടുക്കാൻ പോവുകയാണ്. പള്ളീൻ്റെ അവിടേക്ക് കൊടിയേർത്താൻ പോകണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോയിലേക്ക് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ഇന്നത്തെ വീഡിയോ നമ്മൾ പഴയലക്കിടിക്കാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കണം. എല്ലാ പഴയലക്കിടിക്കാരും നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. ഇതൊരു അടിപൊളി റീച്ചാക്കി തരണം, എല്ലാവർക്കും ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ കാണാൻ. കൊടിയുയർത്തൽ, ബാൻഡ് സെറ്റ്, പല സൗണ്ട് സെക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരെ കൊടിയുയർത്തുന്നിടത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ വെച്ചിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാൻ. നമ്മൾ പൊരിക്കട മുമ്പിലാണ്. എൻ്റെ വീടിൻ്റെ മുമ്പിൽ തന്നെ ഒരു പൊരിക്കട ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പൊരി വാങ്ങിക്കോളൂ എല്ലാവരും കേട്ടോ. ഓക്കെ, പുറകിലേക്ക് ഇതാ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നത്തെ പരിപാടി ഇതിനേക്കാൾ ഇരട്ടി പരിപാടിയാണ് നാളെ നമുക്കുണ്ടാവുക. എൻ്റെ ബാക്കിൽ ബ്ലോക്കായി ഇപ്പോൾ ഇവിടെയൊക്കെ ബ്ലോക്കാവും. അപ്പോൾ നല്ല രസമായിരിക്കും ബ്ലോക്ക് കാണാൻ. നമുക്കതൊരു വീഡിയോ ആക്കി എടുക്കാം. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് മെസ്സേജാണ് എനിക്ക് പറയുന്നത്. നാളെ 3 മണി മുതൽ ഒരു 10 മണി വരെ ഈ പഴയലക്കിടി, പത്തിരിപ്പാലം, ഒറ്റപ്പാലം ഭാഗത്തേക്ക് ഒളപ്പള്ളി റോഡ് ഹൈവേയിൽ പാസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഏതെങ്കിലും ബൈ റൂട്ട് പിടിച്ചിട്ട് പോകുമായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ബ്ലോക്കിൽ പെട്ടിട്ട് എന്തായാലും 10 മണിയോടെ കുടുങ്ങും. ഭയങ്കര ബ്ലോക്കായിരിക്കും. ഇവിടെ തിരിച്ചു വിടുന്നൊന്നുമില്ല. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഏതെങ്കിലും എളുപ്പ വഴി ബൈ റൂട്ട് ഉണ്ടെങ്കിൽ പോകുമായിരിക്കും ഏറ്റവും ഉത്തമം. അതും ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജായിട്ട് എല്ലാവരും എടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞങ്ങളുടെ നാട്ടിലെ ഫസ്റ്റ് ഇന്ന് തുടങ്ങുകയാണ് കേട്ടോ. ഇന്ന് ശനിയാഴ്ച 17-ാം തീയതി ഫെബ്രുവരി 2024 ഞങ്ങളുടെ നാട്ടിലെ അടിപൊളി. നമ്മുടെ വീടിൻ്റെ മുമ്പ് തന്നെയാണ് ഇതുള്ളത്. നമ്മുടെ വീടിൻ്റെ മുമ്പിൽ അവർ എത്തിയപ്പോൾ നമ്മൾ കേട്ടത് ഒച്ച കേട്ടപ്പോൾ അങ്ങോട്ട് പോയി നോക്കിയത് എന്ന് ബാൻഡ് അടിക്കുക. ചൂട്, അസാധ്യ ചൂടാണ് പാലക്കാട് ജില്ലയിലെ. മാണിക്കമലരായ ബീവി എന്നുള്ള പാട്ടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും നമ്മുടെ ഫെസ്റ്റിവൽ തുടങ്ങി ഞങ്ങളുടെ ബാൻഡിലേക്ക് തുടങ്ങി. നാളെ ഇതിലും വലിയ തിരക്കായിരിക്കും. വീടെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇന്നിപ്പോൾ ഫുള്ളൊന്ന് കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയണില്ല. ഗസ്റ്റുകളൊക്കെ ഉണ്ട്. നമ്മൾ അവരെയും കൂടെ ഒന്ന് പരിഗണിക്കണമല്ലോ. അപ്പോൾ എന്തായാലും ഉള്ളതൊക്കെ നമ്മൾ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും കാണിച്ചു തരും. ഇത് പഴയലക്കിടി പള്ളി കഴിഞ്ഞിട്ട് നമ്മൾ റോഡ് സൈഡിലുള്ളതാണ് കേട്ടോ. അത് പരിപാടി മിൽമ ബൂത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് കൊട്ടണ ഗംഭീര കൊട്ടലെന്ന് കേട്ട് സൗണ്ട് വന്നായിരുന്നു. ദഫ് ഉണ്ടായിരുന്നു, കൊൽക്കളി ഉണ്ടായിരുന്നു. ജസ്റ്റ് കോൽക്കളി ഉണ്ടായിരുന്നു. കോൽക്കളി പാട്ട് വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. കോൽക്കളി പിന്നെ സ്റ്റേജിൽ കളിക്കണ കാണാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. കോൽക്കളി നമ്മളത് അങ്ങനെ കണ്ടു എന്ന് മാത്രം. വളച്ച് കളിച്ചു. കോൽക്കളി ഉണ്ടായിരുന്നതിൻ്റെ ചെട്ട പിറകിൽ സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. ദഫ് നല്ല അടിപൊളി ദഫ് പരിപാടിയായിരുന്നു. പാട്ട് തന്നെ പാടിയിട്ട് ഓൺ വോയിസ് പാട്ടൊക്കെ പാടി ദഫായിരുന്നു. നാളെ ഇതിലേക്കാളും കൂടുതൽ പരിപാടികളുണ്ടാവും. അതെന്തായാലും ചെറിയത് ഷോർട്ടായ രീതിയിൽ ഞങ്ങൾ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
ഗൈസ് ഇതാണ് കൊടിയുയർത്തൽ എന്ന് പറഞ്ഞത്. ഇതാണ് തലേദിവസമാണ് കൊടിയുയർത്തൽ. തലേദിവസം കുറച്ച് മുമ്പ് കാലങ്ങളിൽ ഞാൻ ഇതിൻ്റെ തലേദിവസം എത്താറില്ല. ഇന്നിപ്പോൾ ഫുള്ളായിട്ട് ഉണ്ടായിരുന്നു. അതിന് നടന്നു തന്നെ ഞാനെത്താം. അപ്പോൾ അവിടെ കൊടിയുയർത്തൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ഇത്രയും പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് തലേദിവസം കാണുന്നത്. കഴിഞ്ഞ കൊല്ലം ഇതിന് കുറച്ചുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതിനേക്കാൾ ഇരട്ടി 5 ടീമിൻ്റെ പരിപാടി ഇന്ന് തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ നേർച്ചൻ്റെ ഒരു പ്രതീതി തന്നെയായിരുന്നു ഇന്ന്. നാളെ അപ്പോൾ എന്തായിരിക്കും പറയാണ്ടാവും. ഇതിൻ്റെ അപ്പുറമായിരിക്കും പൂക്കുത്തിരി വെടിക്കെട്ട്. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് ഞങ്ങൾ നിൽക്കുന്ന ബാക്ക് സൈഡിൽ വെടിക്കെട്ടെന്ന് ഞാൻ ആദ്യമായിട്ട് 1-2 പൊട്ടുണ്ടാകുന്നത് കൊടി ഉയർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് അസാധ്യമായിട്ടുള്ള വെടിക്കെട്ടൊക്കെ തന്നെ. വെടിക്കെട്ട് എന്നാണ് പറഞ്ഞാൽ മറ്റേ ചൈനീസിൻ്റെ ഫയർ വർക്ക് അത് തന്നെ ആയിരുന്നു കേട്ടോ. അടിപൊളി. നാളെ എന്തായിരിക്കും കണ്ടറിയാം നമുക്ക്. അവിടെ വെടിക്കെട്ട് അസാധ്യം നടക്കട്ടെ. അതന്നെ ചൈനീസിൻ്റെ ഫയർ വർക്ക് നടക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മളെ വീണ്ടും നമ്മളെ ഫൈസ് നമ്മുടെ വീഡിയോയിൽ വന്നിരുന്നിട്ട് നമ്മുടെ ആ കസിനോ ആണ് നമ്മുടെ സബ്സ്ക്രൈബർ നടക്കുന്നത്. അങ്ങനെ ഇവിടെ തിരക്ക് ചീനിയോടൊരു സാധനം കൊടുക്കുക എന്ന് വെച്ചാൽ ഇടയ്ക്ക് നിഷാനെ കണ്ടു. ഈ തേങ്ങയും ശർക്കരയൊക്കെ ഇട്ടിട്ട് അത് അവസാനം നമ്മൾ നടന്ന് ആ സൈഡിൽ കൂടെ വരണം. ആ സമയത്ത് ജാഫു ക്യാമറയൊന്നും ഉണ്ടായിരുന്നില്ല. അവനെ എവിടെക്കോ പോയത് വേറെ എന്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ തിരക്കിൽ ഞങ്ങൾ കുറച്ചങ്ങനെ എടുത്ത് തന്നു. മക്കാമുന്ന നല്ല തിരക്കാണ്. ഇത്രയൊന്നും ഉണ്ടാവാറില്ല എന്നാണ് ഞാൻ. കാരണം ഞാൻ 2-3 കൊല്ലമായിട്ട് തലേദിവസം ഉണ്ടാവാറില്ല. പിറ്റേ ദിവസത്തേക്ക് ഞായറാഴ്ചക്കൊക്കെ എത്താറുള്ളത്. കമ്മിറ്റിക്കാരും അനുകൂലിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. കമ്മിറ്റിക്ക് ആൾക്കാർ സെക്രട്ടറിയുടെ അനൗൺസ്മെൻ്റൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. വണ്ടി ബ്ലോക്ക് കൊട്ടനെ പിടിക്കണം മാറ്റുന്നതൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല വൈബാണ്. എല്ലാവരും വന്ന് നമ്മുടെ കസിൻസും റിലേഷനൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്. നല്ല രസമായിരിക്കും ഇന്ന് രാത്രി. നെയ്യാണ്ടിമേളോട്ട് വന്നപ്പോൾ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. എപ്പോഴും കേൾക്കുന്നുണ്ടാവും. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. നെഞ്ചൊക്കെ പടപട. അതായത് അപ്പുറത്തും ഇപ്പുറത്തും കൂടി 2 ഒന്നിച്ചുകൊണ്ട് വന്നപ്പോൾ ഇവരങ്ങോട്ട് വാശി കയറിയിട്ട് ഒരു ജാതി കൊട്ട്. അപ്പോൾ അത് തൊട്ട റോഡ് സൈഡിൽ നിന്നിട്ടേ നമ്മൾ നെഞ്ചൊക്കെ പടാന്ന് ഇടിക്കുകയാണ്. സമ്മതിക്കണം. വെറുതെ അല്ലാതെ ഇങ്ങനെ എല്ലാ ഭാഗങ്ങളും ചില ഭാഗങ്ങളിലൊക്കെ നിരോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തോന്നുന്നത് അല്ലേ. അതന്നെ തോന്നുന്നത് ഈ സൗണ്ടിൻ്റെ വലിയൊരു പ്രശ്നമാണ്. ഒരുചാതി നെഞ്ചൊക്കെ മുഴങ്ങി വിറയെ കിടന്നിട്ടായിരുന്നു. എന്തായാലും അടിപൊളി. എന്തായാലും നല്ല വൈബാണ്. ഇപ്പം ഇന്ന് രാത്രിയും നായതാ കൊട്ടി പൊളിക്കുന്നുണ്ട്. ഗായ്സ് ഞാൻ അവിടെ പോയി നോക്കട്ടെ. സൗണ്ട് കേൾക്കുന്നുണ്ടാവും. എന്തായാലും നമ്മൾ വീടിൻ്റെ മുമ്പിൽ കൂടെ എന്തൊക്കെ പാസ് ചെയ്ത് പോവാം. അപ്പോൾ നാളെ പൊളിയായിരിക്കും. നെയ്യാണ്ടിമേളത്തിൻ്റെ തകട നമ്മൾ വീഡിയോയിൽ കാണുമ്പോഴും അപ്പുറത്ത് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് സൗണ്ട്. എന്തായാലും പോയി നോക്കട്ടെ കേട്ടോ.
സഹകരണത്തിന് നന്ദി പ്രിയപ്പെട്ട സ്നേഹിതരെ. നമ്മൾ ഗാനമേള ഇവിടെ കഴിഞ്ഞ് 10 മണി സമയം പെർമിഷനൊക്കെ കഴിഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുന്നുണ്ട്. നാളെ നമ്മുടെ നേർച്ചയാണ്, നമ്മുടെ ഫെസ്റ്റാണ്. ഫുള്ളായിട്ട് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇന്ന് നമ്മുടെ നേർച്ച തലേ ദിവസം നേർച്ചൻ്റെ പോലെ തന്നെ പരിപാടി ഉണ്ടായിരുന്നു വിശ്വസിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നാളെ പറ്റിയ ചെറിയ ചെറിയ ഭാഗങ്ങളുണ്ട് എന്തായാലും നിങ്ങൾ കാണിക്കും പോവാം. അപ്പോൾ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.